ബിഗ് ബോസ് മലയാളം സീസൺ 6 ടോപ്പ് 5-ൽ എത്തിയിരിക്കുകയാണ് അർജുൻ ശ്യാം. മറ്റ് മത്സരാർത്ഥികളിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലായിരുന്നു അർജുൻ ഹൗസിൽ ഗെയിം കളിച്ചിരുന്നത്. അനാവശ്യമായ തർക്കങ്ങൾക്കോ വഴക്കുകൾക്കോ നിൽക്കാതെ തൻ്റെതായ രീതിയിൽ ടാസ്കുകളിലും ഹൗസിലെ മറ്റ് ആക്ടിവിറ്റികളിലും മികച്ചു നിൽക്കാൻ അർജുന് സാധിച്ചിരുന്നു. മറ്റ് മത്സരാർത്ഥികളുമായി അടുത്ത സൗഹൃദമാണ് അർജുൻ പുലർത്തിയിരുന്നത്. അതേസമയം ടോപ്പ് 5-ലേക്ക് കടന്നതോടെ അർജുനെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ ഡീഗ്രേഡിംഗ് നടക്കുന്നുണ്ടെന്ന് പറയുകയാണ് ഇപ്പോൾ അർജുൻ്റെ സുഹൃത്തുക്കൾ. ജാൻമണി അർജുനെതിരെ ഉയർത്തിയ ആരോപണങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ഡീഗ്രേഡിംഗ് നടത്തുന്നതെന്ന് സുഹൃത്തുക്കൾ പറയുന്നു. തൻ്റെ ബോയ് ഫ്രണ്ടായിരുന്നു അർജുൻ എന്ന് ജാൻമണി പറയുന്ന ഓഡിയോ നേരത്തെ പുറത്തു വന്നിരുന്നു. എന്നാൽ അതൊന്നും സത്യമല്ലെന്ന് സുഹൃത്തുക്കൾ പറയുന്നു. ഫൈനൽ ന്യൂസ് യൂട്യൂബ് ചാനലിനോടാണ് സുഹൃത്തുക്കളുടെ പ്രതികരണം. അർജുനെക്കുറിച്ചുള്ള സുഹൃത്തുക്കളുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഹൗസിലേതുപോലെ തന്നെയാണ് അർജുൻ. ബഹളം വയ്ക്കുന്ന ആളല്ല, കാം ആൻഡ് കൂളാണ്. ആളുകളെ നന്നായി ഒബ്സർവ് ചെയ്യാൻ കഴിയുന്ന, അവരുമായി കൂട്ടുകൂടുന്ന ആളാണ്. അർജുന് PR ഇല്ല. ഞങ്ങൾ 4 സുഹൃത്തുക്കളാണുള്ളത്. അവരാണ് അവൻ്റെ സോഷ്യൽ മീഡിയയൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അത്ര പൈസ കൊടുത്ത് PR ഒന്നും വെക്കാൻ അർജുന് ആവില്ല. എന്നിട്ടും PR ആണെന്ന് കേൾക്കുമ്പോൾ സങ്കടം തോന്നും. ഇവിടെ അവൻ എത്തിയിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ കഴിവ് കൊണ്ട് മാത്രമാണ്. അവസാനം അടുക്കുമ്പോഴേക്കും ഭയങ്കര ഡീഗ്രേഡിംഗ് നടക്കുകയാണ്. ജാൻമണിയുടെ കേസിലൊക്കെ ഭയങ്കരമായി അർജുനെ താഴ്ത്തിക്കെട്ടാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അർജുൻ അങ്ങനെ ഒരാളല്ല. ജാൻമണിയുമായി സൗഹൃദമുണ്ട്. അർജുൻ ബോയ് ഫ്രണ്ട് ആണെന്ന് ജാൻമണി ആദ്യം പറയുന്നുണ്ട്, പിന്നെ അല്ല എന്ന് പറയുന്നുണ്ട്. അതൊന്നും ആരും കാണുന്നില്ല. അവൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ അവനുണ്ട്. എന്നാൽ അതൊന്നും ആരും സംസാരിക്കുന്നതുമില്ല. പകരം PR ആണെന്ന് പറഞ്ഞ് ഡീഗ്രേഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. പലരും ഇതൊരു ഗെയിം ഷോയാണെന്ന് ശ്രദ്ധിക്കുന്നില്ല. വളരെ മോശമായാണ് അറ്റാക്ക് നടത്തുന്നത്. ആരാ എന്തൊക്കെ ചെയ്താലും അർജുനെ ഇതൊന്നും ബാധിക്കാൻ പോകുന്നില്ല. അവന് ഫ്രണ്ട്ഷിപ്പിൻ്റെ വാല്യൂ നന്നായി അറിയാം. അതുകൊണ്ട് ഞങ്ങൾ കൂട്ടുകാർ അവനൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. അർജുൻ ഒരു മോഡലാണ്. ആ നിലയ്ക്ക് ജാൻമണിയുമായി അടുപ്പം കാണാം. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് കരുതുന്നില്ല. അർജുൻ എന്ന വ്യക്തിയെ ഞങ്ങൾക്ക് നന്നായി അറിയാം. അവനെ ഡീഗ്രേഡ് ചെയ്യാനും മാനസികമായി തകർക്കാനും ജാൻമണി ശ്രമിച്ചു. ജാൻമണി ബോധം കെട്ട് വീണപ്പോൾ അർജുൻ എടുത്ത് കൊണ്ടുപോയൊരു സംഭവം ഉണ്ടായിരുന്നു ഹൗസിൽ. മോഹൻലാൽ ചോദിച്ചപ്പോൾ ജാൻമണിയുടേത് അഭിനയമാണെന്ന് അർജുൻ പറയുകയുണ്ടായി. ജാൻമണിക്ക് ഈ പ്രശ്നം തുടങ്ങിയത് അന്നു മുതലാണ്. ഇതൊന്നും ഇനി അർജുനെ ബാധിക്കില്ല. പുറത്തിറങ്ങുമ്പോൾ അർജുൻ ഇതിൽ വ്യക്തത വരുത്തുകയും ചെയ്യും. അവൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഇതിൽ അവൻ പ്രതികരിച്ചേക്കില്ല. പുറത്തിറങ്ങിയ എല്ലാ മത്സരാർത്ഥികളും അർജുനെക്കുറിച്ച് നല്ലത് മാത്രമാണ് പറയുന്നത്. അപ്പോൾ തന്നെ മനസ്സിലാകാം അവൻ എങ്ങനെയുള്ള ആളാണ് അവിടെയെന്ന്. അർജുനെ സംബന്ധിച്ച് അവൻ എല്ലാവരോടും നല്ല സൗഹൃദം പുലർത്തുന്ന വ്യക്തിയാണ്. ജാൻമണി മാത്രമാണ് അവനെതിരെ പ്രതികരിച്ച് നിൽക്കുന്നത്. ജാൻമണിയുടെ റീഎൻട്രി അവനെ ബാധിക്കില്ല. ഇതൊക്കെ അർജുന് പോസിറ്റീവായി മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ.